ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് മുൻനിരയിലെത്തിയ സംഘടനയാണ് എയ്മ തെലങ്കാന. ഹൈദരാബാദിൽ വസിക്കുന്ന പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നു കുമാരി രാഗമലേശ്വരി. നമ്മുടെ പ്രസിഡന്റ് ബാബുമണി 2021 മാർച്ച് 20 ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ രൂപം കൊണ്ടു. തെലങ്കാനയിൽ 130ഓളം ഈ സന്ധ്യാസായനത്തിലെത്തി. ഈ ഇന്നത്തെ 3ാം വർഷം നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തോടു കൂടി നമ്മൾ ഇന്ന് തിരുവനന്തപുരം അജന്ത തിയേറ്റേഴ്സിന്റെ മൊഴി എന്ന നാടകം നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അത് നമ്മൾ എല്ലാവരും അത് ആഘോഷിക്കുക, അവരെ എല്ലാവരും കണ്ട് അതിനോടുകൂടി സന്തോഷിക്കണമെന്നും പറയുകയാണ്. കൂടാതെ തന്നെ ഈ നാടകത്തോടു കൂടി തന്നെ നമ്മൾ ഒരു സന്ധ്യാവിനും കൂടി നടത്തിയിട്ടുണ്ട്. എല്ലാവരും ആ സന്ധ്യാവിനിൽ ചേരണമെന്നും പറയുകയാണ്. കൂടാതെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ മെമ്പർമാരോട് ഒരു കാര്യം പറയുകയാണ്. ഈ കഴിഞ്ഞ 3 വർഷമായി നമ്മൾ 3ാം വർഷം നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2ാം വർഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇഷ്യൂ ഉണ്ട്, എല്ലാവരുടെയും ബിസി വർക്കുകൾ കാര്യമുണ്ട്, നമ്മളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ വർഷം നമ്മൾ വിപുലമായി നടത്തണമെന്ന് നമ്മൾ പുതിയ കമ്മിറ്റി തീരുമാനിച്ചു. എല്ലാവരും അറിയിക്കുകയുണ്ടായി. മാക്സിമം ആൾക്കാർ എത്തിയിരിക്കുകയാണ്, ഇത് എത്തുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ചാരിറ്റി വർക്കുകളും അതുപോലെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാം നമ്മുടെ മെമ്പർമാരും ഇതിനോട് കൂടി ചേരണമെന്നും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നും ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ബാബുമണി സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാ ആൾക്കാരും പറയും, എന്തിനാണ് ഇത്ര അസോസിയേഷൻ നമ്മുടെ ഹൈദരാബാദ്? വളരെ സത്യമുള്ള കാര്യമാണ്. എന്തിനാണ് ഈ അസോസിയേഷൻ എന്ന് വെച്ച് നമ്മൾ ആഴമായി ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന പല അനുഭവങ്ങൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന വിഷമങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നേരം മാത്രമേ നമുക്ക് മനസ്സിലാവൂ അസോസിയേഷൻ എന്തിനാണെന്ന്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ജാതിയോ മതമോ അറിയിക്കാതെ ആണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. പക്ഷേ വളർന്നു വരുമ്പോൾ നമ്മൾ തന്നെയാണ് ആ മതമോ പറഞ്ഞു കൊടുത്ത് വേറെ രീതിയിലേക്ക് പിന്മാറ്റുന്നത്. വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പല ബുദ്ധിമുട്ടുകളിലും പല പ്രയാസഘട്ടത്തിലും ഓൾ ഇന്ത്യ മലയാളി സഹായിക്കുന്നതുപോലെ ഒരു സംഘടനകളിലൂടെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാനും പല അസോസിയേഷനിൽ വർക്ക് ചെയ്തു.
എങ്കിലും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന ഒരു പറയുകയല്ല, അസോസിയേഷൻ പോലും അറിയാതെ പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന് ഈശ്വരൻ വീണ്ടും വീണ്ടും കഴിവ് കൊടുക്കുന്നതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ഷോർട്ട് പീരീഡ് കൊണ്ട് ചെയ്തിട്ടുള്ള ചാരിറ്റിയെല്ലാം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ജാതിയോ മതമോ നോക്കാതെ നമ്മുടെ പത്തേനാടിയിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ആരും പേരും പറയുന്നില്ല, റിക്വസ്റ്റ് വന്നു. ആ കുഞ്ഞിന്റെ ജീവന് വേണ്ടി നമ്മൾ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ 1 ലക്ഷം രൂപ നമ്മുടെ അസോസിയേഷൻ സഹായിച്ചു. രണ്ടാമത് ഒരു ഹോസ്പിറ്റലില് ഒരു നാട്ടിൽ വന്ന ഒരു സിസ്റ്റർ, അവർക്ക് ബുദ്ധിമുട്ടായിട്ട് അവിടെ നമ്മുടെ സംഘടന പെട്ടെന്ന് പോയിട്ട് സഹായമായി. അതുപോലെ തന്നെ JD-Mittal ഒരു ആക്സിഡന്റായി നിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 2.5 ലക്ഷം രൂപ ഗവൺമെന്റിൽ നമ്മൾക്ക് കൊടുപ്പിക്കാൻ സാധിക്കും. അതുപോലുള്ള പല ചാരിറ്റികളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയാണോ, ഈ ഒരു 2 മാസം 2.5 മാസം മുമ്പ് മനോരമ ന്യൂസിൽ ഒരു വാർത്ത വന്നു. ഒരു നേഴ്സ് കുട്ടി ഇവിടെ പഠിക്കാൻ വന്നു കെയർ ഹോസ്പിറ്റലില്. 1 മാസമേ ആയുള്ളൂ പഠിക്കാൻ വന്നിട്ട്. മനോരമ ന്യൂസിലെല്ലാം വളരെ ഇതായിട്ട് വന്നായിരുന്നു. മനോരമ ന്യൂസുകാര് നമ്മൾ ഓൾ ഇന്ത്യ മലയാളിയെ കോണ്ടാക്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മുടെ ചെയർമാൻ ആ കേസ് ഏറ്റെടുക്കുകയും അവരെ മാതാപിതാക്കളെ ഇവിടെ വിളിപ്പിക്കുകയും ഏകദേശം 4 മണിക്കൂർ കൊണ്ട് അവര് ശബരി എക്സ്പ്രസിൽ ഇറങ്ങുകയും അവരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി കെയർ ഹോസ്പിറ്റലിൽ പോയി ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് 4 മണിക്കൂറിനകം അവരെ തിരിച്ച് കേരളത്തിൽ അയക്കുകയും അവര് കൊടുത്ത പൈസ ഓൾറെഡി കെയർ ഹോസ്പിറ്റലിൽ 6 ലക്ഷം രൂപ തന്നെങ്കിലേ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് ആ കുഞ്ഞ് അടച്ച 2 ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചു കൊടുപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. അതാണ് ഓൾ ഇന്ത്യ മലയാളി എന്ന് പറയുന്നത്. ചാരിറ്റി വർക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. കോവിഡ് സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവരും അറിയാം, കോവിഡ് സമയത്ത് എന്റെ അയൽവക്കത്തെ ഒരു മനുഷ്യനോട് എന്റെ ഭാര്യയോട് പറഞ്ഞു, ബാബുസാഹിബിനോട് പറ കോവിഡായി പോകുന്നത് വെളിയിൽ പോകുന്നത് ഞങ്ങൾക്ക് തന്നെ ഭയമാണെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ഭയമില്ല. എന്നാൽ എത്ര പേർക്ക് സഹായിക്കുന്നു, എന്നാൽ എത്ര പേർക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കും, അതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ധൈര്യം. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ സംഘടനാപരമായിട്ടും വ്യക്തിപരമായിട്ടും ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്കും കോവിഡ് വന്നു, പക്ഷെങ്കിൽ ആ പീക്ക് പീരീഡിൽ ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് ആ സമയത്ത് വന്നില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാവരും സഹായിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിലാണ് ഞങ്ങൾക്ക് വന്നത്. അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത്, ഈ ഓൾ ഇന്ത്യ മലയാളി എന്നുള്ള സംഘടന നമുക്ക് ഒരു ചാരിറ്റി സംഘടനയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഈ ഒരു പരിപാടി പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞത് ഒരു ഗെറ്റ് ടുഗദർ, നമ്മുടെ ഫാമിലി 1 വർഷത്തിലെങ്കിലും എല്ലാവരും ഒന്ന് കണ്ട് കേട്ട് നമ്മുടെ ആൾക്കാർ ആരാണ് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ മാത്രമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംഘടനയ്ക്ക് നമ്മുടെ മെമ്പറായാലും മെമ്പർ അല്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഏത് സമയത്തും അർദ്ധരാത്രി സമയത്തായാലും ഞങ്ങൾ ആരുടെ എന്ത് സഹായത്തിനായാലും ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ ഏത് സമയത്തും രാത്രിയിലായാലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യത്തിലും ഈ സംഘടനയിലെ വ്യക്തികൾ അവിടെ അറ്റൻഡ് ചെയ്യും. ഞങ്ങൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മളൊരു ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരെയും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. വാട്സാപ്പിലാണ് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത്. ഈ മെസ്സേജ് കൊടുക്കുമ്പോൾ നമുക്കൊരു 50,000 രൂപ ഒരു വ്യക്തിക്ക് നമുക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചിന്തിക്കുക. നമ്മളൊരു വ്യക്തി എടുക്കുന്നതിനെക്കാട്ടി നമ്മളെല്ലാവരും ഒരു കോൺട്രിബ്യൂഷൻ ഒരു 500 രൂപ വെച്ച് 500 റുപ്പീസ് വെച്ച് നമ്മൾ 120 മെമ്പറോളം ഇപ്പോൾ ഉണ്ട്. ഫാമിലി മെമ്പറോളം മലയാളിയിലുണ്ട്. ഒരു 120 മെമ്പർ 500 രൂപ വെച്ച് അയച്ചു കഴിഞ്ഞാൽ ഒരു 50,000 രൂപ മിനിമം നമുക്ക് ആ വ്യക്തികളെ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ദയവായിട്ട് നിങ്ങളോടെല്ലാം പറയാം, നമ്മൾ ഓൾ ഇന്ത്യ മലയാളി ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളുണ്ട്. ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമം തോന്നും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നല്ല നമ്മുടെ മെമ്പറായവരും മെമ്പർ അല്ലാത്തവരും ഈ സഭയിൽ വന്നിട്ടുണ്ട്. അവരോട് ചെന്ന് ഏത് സമയത്തും നമ്മളൊരു ചാരിറ്റി കൊണ്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുന്ന സാറിന് എത്ര ചെയ്യണം, അച്ഛാ എത്ര ചെയ്യണം, എത്ര രൂപ വേണം എന്ന് മാത്രം വാക്കുകൾ മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ഒരു സമൂഹമുണ്ട്,
ഏത് കാര്യത്തിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ചിലപ്പോൾ എന്നെയൊക്കെ കാണുമ്പോൾ പല വീടുകളിലും കടവായി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിരിവയോട് വേറെ പണികളൊന്നും ഇല്ലെന്ന്. അത് വളരെ സത്യാവസ്ഥയുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് വേണ്ടിയല്ല, ഈ സംഘടനയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ മുമ്പിൽ കഷ്ടപ്പെടുന്ന, നമ്മുടെ മുമ്പിൽ പ്രയാസപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ഈ വരുന്നത്. നമ്മളെ കാരണത്ത് പെട്രോൾ സ്വന്തം ചെലവാക്കിയാണ് വരുന്നത്. ഈ അസോസിയേഷന് ഒരു ചെലവ് സമയം സ്പെയർ ചെയ്തിട്ട് നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കണം. പലരും വിചാരിക്കും ഇവന്മാർക്കൊന്നും ഒരു ജോലിയില്ല, തൊഴിലില്ല, അതുകൊണ്ട് ഇതും കൊണ്ട് നടക്കുവാണെന്നുള്ളത്. ഇതെല്ലാം തെറ്റായ രീതിയാണ്. നിങ്ങൾ ഏത് കാര്യം ഞങ്ങളത് മനസ്സിലെടുക്കുന്നത് എടുക്കുന്നില്ല, ഞങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നത്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ എന്ത് വിളിച്ചാലും എന്ത് നിങ്ങൾ ചിന്തിച്ചാലും ഞങ്ങൾ അതിനെ ഭയക്കത്തില്ല. എല്ലാവർക്കും അറിയാം. എന്നോട് വ്യക്തി ഈ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ അച്ചായൻ വന്ന് തന്നതിന്റെ പേരിൽ ഞാൻ എടുത്തേ ഒക്കെ പോകും. ഞാൻ ഡയറക്റ്റായാലും ഇൻഡയറക്റ്റായാലും എല്ലാ വ്യക്തികളെയും ഞാനായിട്ട് പുകഴ്ത്തല്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള സംഘടനയിൽ ഞാൻ പല പോസ്റ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ വന്ന് ഏതൊരു പേരൻസ് കരഞ്ഞു കഴിഞ്ഞാലും ആ കണ്ണുനീരൊപ്പാനുള്ള മനസ്സ് എനിക്ക് എപ്പോഴും അവരെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മറ്റുള്ളവരുടെ വിഷമം കണ്ട് നമ്മൾ അറിഞ്ഞ്, നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ട് അറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഒരു മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ത്യാഗം സഹിച്ചു നമ്മളത് ഞാൻ പറഞ്ഞ രീതി ചിലപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ട് കാണുന്നില്ല, എന്നാലും എനിക്ക് പ്രയാസമില്ല. പക്ഷെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മൾ ഒറ്റ കയ്യിൽ ഒരു കുടയുടെ കയ്യിൽ നമ്മളെല്ലാവരും സംഘടനാപരമായിട്ട് നമ്മളെല്ലാവരും സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളത് ചെയ്തിരിക്കണം. ഈ പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു അമ്മനാന്റെ ഒരു ചാറ്റിന് കൊടുക്കാൻ വേണ്ടി ഒരു നിങ്ങളെല്ലാവർക്കും അറിയാം, അനിൽ എന്നൊരു വ്യക്തി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വാട്സാപ്പ് ഇട്ടതറിയാം. അവരെ സഹായിക്കാൻ വേണ്ടി ഇതിൽ നിന്ന് കിട്ടുന്ന എന്തൊരു തുകയുണ്ടെങ്കിൽ, ഇത് കിട്ടുവായിട്ടോ ഞങ്ങൾക്ക് അറിയത്തില്ല, കിട്ടുന്നുണ്ടെങ്കിൽ 50,000 രൂപ കൊടുക്കാൻ വേണ്ടിയുള്ള സാങ്ഷൻ ചെയ്തു വെച്ചിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഓൾ ഇൻ മലയാളി എന്നുള്ള ഈ സംഘടന ചാരിറ്റി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ജാതിയോ മതമോ അല്ല. ആർക്കാണ് ഇതിലുള്ള മെമ്പേഴ്സിന് മാത്രമല്ല, നമ്മുടെ ത്രൂവിൽ ആരും നമ്മുടെ അടുത്തൊന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും സഹായിക്കും. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇന്ന് ഒരു നാടകം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇനിയിപ്പോ ഓണം ആഘോഷം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബാലെ ഒരു ഡാൻസ്, പിന്നെ ബാക്കിയുള്ള ഗാനമേള, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നാട്ടിലെല്ലാം കണ്ടതാണ്, ഒരുപാട് നാളിൽ കുഞ്ഞുങ്ങളെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നാടകം കൊണ്ടുവരിക എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. അങ്ങനെയാണ് തിരുവനന്തപുരം അജന്താ തിയേറ്റേഴ്സിന്റെ ഒരു നാടകം കൊണ്ടുവരാൻ നമ്മുടെ ഒരു ഗെറ്റുന്ന ഒരു ഫെലോഷിപ്പ്, നമ്മുടെ ഓൾ ഇൻ മലയാളി നമ്മുടെ സഹോദരങ്ങളെല്ലാം കൂടി ഒരു കൂട്ടായ്മ കൂടാമെന്നുള്ള ആഹ്വാനത്തിലാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ മെമ്പേഴ്സിനും ജാതി മത ഭേദമെന്ന് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നമസ്കാരം. ഭീമാ ജുവലേഴ്സിന്റെ പ്രതിനിധി ശ്രീ പുരുഷോത്തം അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനായ ചെയർമാൻ ശ്രീ കനാട്ട് സുരേന്ദ്രൻ നായർ സർ അദ്ദേഹത്തിന് പൊന്നാടയണിയിച്ച് ആദരിക്കുന്നത്. ഇനിയും നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുകയാണ്. എല്ലാവരും നല്ലൊരു കൈയടിയോടുകൂടി അദ്ദേഹത്തിന് ഈ ആദരവ് സമർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സാധിച്ചു എന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഈ പരിപാടിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ എല്ലാ നല്ലവരായ ആളുകളോടും ഈ സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമുക്ക് നല്ലൊരു നാടകം അവതരിപ്പിക്കാൻ കേരളത്തിൽ നിന്ന് എത്തിച്ചേർന്ന അജന്ത തിയേറ്റേഴ്സ് ഭാരവാഹികൾ, കോർഡിനേറ്റർ ഹരികൃഷ്ണൻ, മറ്റ് കലാകാരന്മാർ, കർട്ടന് പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ആളുകൾ, എല്ലാവർക്കും ഓൾ ഇൻ മലയാളി അസോസിയേഷന്റെ
നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പരിപാടി വിജയിപ്പിക്കുവാനായി നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ച ഇതിൻ്റെ സ്പോൺസർമാർ, നല്ലവരായ ആളുകൾ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. ഒപ്പം ഈ ഹാളിൻ്റെ ഓണർക്കും അതുപോലെ മാധ്യമപ്രവർത്തകർക്കും ഉള്ള നന്ദി കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. నమస్కారం అండి. నా పేరు సురేష్. నేను ఆల్ ఇన్ మలయాళీ అసోసియేషన్ తెలంగాణ జనరల్ సెక్రటరీ. మేము ఈరోజు మా అసోసియేషన్ది 3rd యానివర్సరీ చాలా విపులీకరంగా ఎంఎంఆర్ గార్డెన్లో చేస్తున్నాం. ఈ పరిపాటితో సంబంధించి కేరళ నుంచి అజంతా థియేటర్స్ది ఒక డ్రామా ప్రోగ్రామ్ ఫస్ట్ టైం హైదరాబాద్ తీసుకొచ్చి మేము మా కేరళ సోదరులు మా మెంబర్స్కు అందరికీ చూపెడుతున్నాడు. మేము మెయిన్గా మా అసోసియేషన్ ఏమంటే చారిటీ చేయడమే. చారిటీ అంటే అది కేరళ వాళ్ళు కాదు, మన లోకల్ తెలంగాణలో ఉన్నవాళ్ళు, తెలుగు ప్రజలు, మా అదర్ స్టేట్ వాళ్ళందరూ కూడా మేము ఉచితంగా వాళ్ళకి ఏదైనా సహాయం కావాలంటే మేము చేసిస్తారు. మెయిన్గా చారిటీ చేయడం, దానికోసమే మేము ఈ అసోసియేషన్ స్టార్ట్ చేసినది. ఇప్పుడు అసోసియేషన్ ప్రోగ్రామ్ జరుగుతున్నాం. దీని తర్వాత కూడా మేము ఒక 2-3 చారిటీ ప్రోగ్రామ్ చేయడానికి ప్లాన్ ఉంది. ఇదే మా ముఖ్యం అసోసియేషన్ ఎయిమ్. థ్యాంక్ యూ. సిటీలో ఉన్న వాళ్ళకే చేస్తున్నాడు. తర్వాత మేము మిగతా చోట కూడా మేము ఎక్స్పాన్షన్ చేస్తుంది. ఇది వేరే జగన్ కూడా మేము దీని బ్రాంచెస్ పెట్టి అక్కడ కూడా ఎక్స్పాన్షన్ చేయడానికి మా ప్లాన్ ఉంది, ఫ్యూచర్ ప్లాన్. Good evening. I am Kannad Surendran, All in Malayali Association Chairman. 2021, 20th March we are inaugurated our All in Malayali Association in forming. We have 123 families. We are in 3rd anniversary we are celebrating in Hyderabad. Every year we are conducting this program, last 3 years. Now we are main focus is in our charity programs and education and medical. We are continually we have to continue the program we have started. This is our aim and focus. Thank you from continually 3rd year we are this 3rd year. Last month also we have done lot of charity and poor family. If you have any people to call our charity, we have to do that more than like that dialysis, anything you want, free of cost, we can do that. Kerala, Telangana, you have 10 lakhs people is in all Telugu. In Telangana. Hyderabad most probably about 5 lakhs people. 5 lakh. 5 to 6 lakh. Totally Rangareddy, Hyderabad and Sangareddy, all the area covered 5 lakhs to 5 to 6 lakhs people. నా పేరు పురుషోత్తం. ఇక్కడ ఏపీ తెలంగాణకి భీమా జ్యువెల్స్ తరఫున మార్కెటింగ్ మేనేజర్గా ఉన్నాను. సో యాక్చువల్గా భీమా జ్యువెల్స్ అనేది కొచ్చిన్ బేస్డ్ కంపెనీ. మా హెడ్ ఆఫీస్, కార్పొరేట్ ఆఫీస్ వచ్చి కొచ్చిన్ అనమాట. అంటే కేరళ బేస్డ్ కంపెనీ. రీసెంట్గా 2 years బ్యాక్ హైదరాబాద్లో 4 stores స్టార్ట్ చేసాం అండ్ తిరుపతిలో ఒక బ్రాంచ్ ఉంది. సో ఎంటైర్ ఏపీ తెలంగాణలో మాది ఎక్స్పాన్షన్ ప్లాన్ ఉంది. సో కేరళ బేస్డ్ జ్యువెలరీ కాబట్టి ప్రతి మన మలయాళీ అసోసియేషన్ ఏ ప్రోగ్రామ్ జరిగినా మేము కంపల్సరీ వాళ్ళతో అసోసియేట్ అయ్యి వాళ్ళకి ఏ విధంగా సహాయపడగలమో మేము మా సైడ్ నుంచి అన్ని విధాలుగా వాళ్ళకి సహకరిస్తాము. ప్లస్ కొత్తగా వచ్చాం కాబట్టి కంపల్సరీ నాట్ ఓన్లీ మలయాళీస్ కాదు, అన్ని వర్గాలని కలుపుకొని అన్ని రకాల, అంటే ఇంకా మాది స్టార్ట్ అవ్వలేదు సిఎస్ఆర్ యాక్టివిటీస్. సో వన్స్ అది స్టార్ట్ అయిందంటే మేము కూడా సార్ చెప్పినట్లు వీల్ ఆల్సో బీ ఇన్ ది కార్పొరేట్ వెల్ఫేర్ స్కీమ్ ప్రకారం అన్ని కార్యక్రమాలు చేస్తాం. సో 2 years అయింది. ప్రస్తుతానికి హైదరాబాద్లో సోమాజిగూడ, ఏఎస్ రావు నగర్, కూకట్పల్లి, చందానగర్ 4 areasలో 4 branches ఉన్నాయి. అండ్ ఇంకా కొత్తగా దిల్సుఖ్ నగర్, కొండాపూర్, ఇంకా కొంపల్లి ఈ ఏరియాస్లో కూడా బ్రాంచెస్ ప్లాన్ చేస్తాను. థ్యాంక్ యూ.